إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് പരിശുദ്ധ ഇസ്ലാമിനെ ജീവിതമാർഗമായി സ്വീകരിക്കുവാൻ അതിനുള്ളൊരു ഹിദായത്ത് നമുക്ക് ലഭിച്ചു എന്നത്, സന്മാർഗം ലഭിച്ചു എന്നുള്ളത്. ആ സന്മാർഗത്തിലേക്ക് നമ്മെ വഴി നടത്തിയ, ആ സന്മാർഗത്തിൻ്റെ വെളിച്ചം നമുക്ക് കാണിച്ചു തന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും മേൽ നിർബന്ധമായിട്ടുള്ള ബാധ്യതയാണ്. എപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി തന്നെ സൂറത്തു തൗബ അതിൻ്റെ 24-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. കുൽ ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറതക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമുഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർലൗനഹാ. ഒരു മനുഷ്യന് ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പ്രിയപ്പെട്ടതായുണ്ടോ, ഇഷ്ടപ്പെട്ടതായിട്ടുണ്ടോ, ആ കാര്യങ്ങൾ ഓരോന്നിങ്ങനെ എണ്ണി പറഞ്ഞു. ഖുൽ ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ മാതാപിതാക്കൾ, വ അബ്നാഉക്കും, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ മക്കൾ, വ ഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, വ അശീറത്തുക്കും, ഭാര്യ ഭർത്താക്കന്മാരല്ല, വ അംവാലുൻ ഇഖ്തറഫ്തുമുഹാ, നിങ്ങളുടെ ധനം, നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ ധനം, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഏറെ ജാഗ്രതയോടുകൂടി കൊണ്ടു നടക്കുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ, അതേപോലെ തന്നെ വ മസാകിനു തർലൗനഹ, നിങ്ങളുടെ പരിശ്രമങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ, അതെല്ലാം തന്നെ നിങ്ങൾ ഒരു വലിയ കാര്യമായി കൊണ്ടു നടക്കുന്ന, പ്രിയപ്പെട്ടതായി നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം എണ്ണിങ്ങനെ പറഞ്ഞു. ഇതൊക്കെ മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. എന്നിട്ട് പറയാണ് ഇതിനേക്കാളൊക്കെ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി,
അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും ഒക്കെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഇതൊക്കെയാണ് എങ്കിൽ, ഭൗതികമായ ലോകത്ത് നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഇത്തരം അനുഗ്രഹങ്ങളെയാണ് അള്ളാഹുവിനേക്കാളും അവൻ്റെ പ്രവാചകനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് എങ്കിൽ, വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പരിശ്രമത്തെ, ധർമ്മസമരത്തെ, അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാണ്? രണ്ടാം സ്ഥാനം കൽപ്പിച്ച്, അള്ളാഹുവിനും റസൂലിനുമൊക്കെ രണ്ടാം സ്ഥാനം കൽപ്പിച്ച്, ദുനിയാവിൻ്റെ നേട്ടങ്ങൾ, ലാഭങ്ങൾ, ഇഷ്ടങ്ങൾ, അതിനൊക്കെയാണ് നിങ്ങൾ ഒന്നാം സ്ഥാനം കൽപ്പിക്കുന്നത് എങ്കിൽ, ഫതറബ്ബസൂ ഹത്താ യഅ്തിയല്ലാഹു ബിഅംരിഹി, അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നത് നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. അവിടെ കൃത്യമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, ഭൗതികമായ ഏതേത് കാര്യങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതായിട്ടുണ്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുണ്ടോ, അതിനൊക്കെ മുകളിലായിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള ഇഷ്ടം, പ്രവാചകനോടുള്ള ഇഷ്ടം, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം ഇഷ്ടമാകുന്നത് വരെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടണമെന്നുള്ളതാണ്. അള്ളാഹുവിനെയും റസൂലിനെയും ആ നിലക്ക് നാം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്കുണ്ടാകുമെന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ താക്കീതായി നമുക്ക് നൽകുന്ന കാര്യം, അല്ലേ? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും നമുക്ക് പ്രിയപ്പെട്ടതാകണമെന്നുള്ളതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ലാ യുക്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസികളാവുകയില്ല, നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകുന്നില്ല, നിങ്ങൾ മുഅ്മിനുകളാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവൻ ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത് വരെ, മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, തൻ്റെ പ്രിയപ്പെട്ട പിതാവിനേക്കാൾ, തൻ്റെ പ്രിയപ്പെട്ട സന്താനങ്ങളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ ഞാൻ അവന് പ്രിയപ്പെട്ടതാകുന്നത് വരെ ഒരാളുടെയും ഈമാൻ പൂർത്തിയാവുകയില്ല. അല്ലേ? ഒരു സംഭവം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സംഭവിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങളിങ്ങനെ ഇരിക്കുകയായിരുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, പ്രവാചകനോട് ഏറ്റവും അടുത്തിരിക്കുന്നുണ്ട്. ഫഖാല ലഹു ഉമർ, അപ്പോൾ പ്രവാചകനോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ മിൻ നഫ്സി. പ്രവാചകന്റെ തൊട്ടടുത്തിരിക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ മനസ്സിൻ്റെ അഗാധമായ സ്നേഹം, പ്രവാചകനോടുള്ള ഇഷ്ടം അവിടെ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് എന്നെ കഴിഞ്ഞാൽ, എൻ്റെ സ്വന്തത്തോട്, ആ സ്വന്തത്തോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും എനിക്കിഷ്ടം നബിയെ ഈ ലോകത്ത് അങ്ങയോടാണ്. എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ മക്കളെക്കാൾ, എൻ്റെ സ്വത്തുക്കളെക്കാൾ, എൻ്റെ സമ്പാദ്യങ്ങളെക്കാൾ എല്ലാം എനിക്കിഷ്ടം പ്രവാചകരെ അങ്ങയോടാണ്. എത്ര വലിയ അംഗീകാരമാണ് നൽകിയതിലെ, പ്രവാചകൻ അത്രയും അധികം ഇഷ്ടപ്പെടുന്നു എന്നാണ്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ മറുപടി പറഞ്ഞത്? ലാ വല്ലദി നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അള്ളാഹു തന്നെയാണ് സത്യം. ഉമറെ, അത് പോരാ, അത് മതിയാവുകയില്ല. ലാ, അത് പോരാന്ന് പറഞ്ഞു, അല്ലേ? എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഹത്ത അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. ഉമറെ, നിന്റെ ശരീരത്തെക്കാൾ, നിന്റെ സ്വന്തം ശരീരത്തെക്കാൾ നീ എന്നെ ഇഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് ഉമറെ ശരിയാവുക. ഫഖാല ലഹു ഉമർ, അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി നൽകുകയാണ്. അദ്ദേഹം പറഞ്ഞു, നാണ് നബിയെ, അങ്ങനെയെങ്കിൽ എനിക്കേറ്റവും പ്രിയപ്പെട്ടത് അൽ ആൻ, എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. പ്രവാചകരെ, എനിക്ക് ഏറ്റവും ഇഷ്ടം, എന്നെക്കാൾ ഇഷ്ടം, എൻ്റെ ശരീരത്തെക്കാൾ എനിക്കിഷ്ടം അങ്ങയോടാണ് നബിയെ എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഞാൻ അൽ ആന യാ ഉമർ, ഉമറേ, ഇപ്പോഴാണത് പൂർത്തിയായത്. നമ്മുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ നമുക്കിഷ്ടം പ്രവാചകനോടാകണം എന്നുള്ളതാണ്. ഇത് വാക്കുകൊണ്ട് പറഞ്ഞവരല്ല, പ്രവാചകന്റെ അനുയായികൾ എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? അത് പ്രവാചകന്റെ കൂടെ നടന്ന, പ്രവാചകന്റെ കൂടെ യുദ്ധം ചെയ്ത, പ്രവാചകന്റെ കൂടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ കൂടെ നിന്ന സഹാബത്തിനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്നുള്ളത്.
നമുക്കറിയാം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ കൊടിയ പീഡനങ്ങളും മർദ്ദനങ്ങളും സഹിക്കവയ്യാതെ പലായനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങാൻ, ഹിജറ പോകാൻ വേണ്ടി ഒരുങ്ങാൻ അല്ലേ. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഇസ്തഇദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് അനുവാദം ചോദിക്കാൻ. എന്തിനാ അനുവാദം ചോദിക്കുന്നത്? ഹിജ്റയിൽ പ്രവാചകന്റെ കൂടെ യാത്ര ചെയ്യാൻ. നബിയെ ഞാനും വരട്ടെ, നിങ്ങളെ കൂടെ ഞാനും വരട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ലേ. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ശരിക്കും നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്, ഇരുത്തി ആലോചിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും ഒരു സ്ഥലം കാണാൻ ടൂർ പോവല്ല, എന്തെങ്കിലും ഒരു വിനോദ സഞ്ചാര യാത്രകൾ നടത്തല്ല. ജീവൻ അപകടത്തിലാകുമെന്ന് 100% ഉറപ്പുള്ള ഒരു യാത്രക്ക് പ്രവാചകരെ അങ്ങയുടെ കൂടെ ഞാൻ വരട്ടെ എന്ന് ചോദിക്കുകയാണ് അല്ലേ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി നൽകി, ലാ തഅജൽ, അബൂബക്കറെ തിരക്ക് കൂട്ടല്ലേ, ലഅല്ലല്ലാഹു യജ്അലു ലക സാഹിബ, അല്ലാഹു ഒരുപക്ഷേ എൻ്റെ കൂടെ വരാനുള്ള, ഈ ഹിജ്റയിൽ എൻ്റെ കൂടെ പങ്കാളിയാകാനുള്ള അനുവാദം ഒരുപക്ഷേ താങ്കൾക്ക് നൽകിയേക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ദിവസം അങ്ങനെ കടന്നു പോകുന്നതിനെ കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നുണ്ട്. ഉറക്കം കിട്ടാത്ത അവസ്ഥയിൽ എന്നെ പ്രവാചകൻ കൊണ്ടുപോകാതിരിക്കുമോ എന്ന പേടിയിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്നുള്ളതാണ്. അങ്ങനെ ഫലമ്മ അദിനല്ലാഹു അസ്സ വജല്ല ലിനബിയിഹി ബിൽ ഹിജ്റതി, അങ്ങനെ ഹിജ്റക്ക് പോകാനുള്ള അനുവാദം കൊടുത്തപ്പോൾ ഖദിമ അല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുക്കലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. യുഖ്ബിറുഹു ബിൽ അംരി, ആ കാര്യം ഒന്ന് പറയാൻ അബൂബക്കർ റളിയല്ലാഹുവിനോട് പറയാണ്. അസ്സുഹ്ബത്തു യാ റസൂലല്ലാഹ്, അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിക്കാണ്, നബിയെ അങ്ങയോടൊപ്പം എനിക്ക് വരാൻ എൻ്റെ റബ്ബ് അനുവാദം തന്നോ നബിയെ, റസൂലേ എനിക്കും വരാൻ പറ്റുമോ? ഫഖാല ലഹു അസ്സുഹ്ബ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ് സുഹ്ബ, അതെ നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാം, താങ്കൾക്ക് എൻ്റെ കൂടെ വരാം. തഖൂലു ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഫവല്ലാഹി മാ ശഅർതു ഖത്തുൻ ഖബല ദാലികൽ യൗമി അന്ന അഹദൻ യബ്കി മിനൽ ഫറഹി ഹത്താ റഅയ്തു അബാ ബക്കറിൻ യബ്കി യൗമഇദിൻ, എൻ്റെ ജീവിതത്തിൽ ഫവല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ഒരു മനുഷ്യൻ സന്തോഷം കൊണ്ട്, ആ സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് പൊട്ടിക്കരയുന്നത് അന്നേ ദിവസം അബൂബക്കർ റളിയല്ലാഹു അൻഹു കരയുന്നത് പോലെ മറ്റൊരാളും കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. നബിന്റെ കൂടെ ഹിജ്റ പോകാൻ അനുവാദം കിട്ടുമെന്ന് പറഞ്ഞപ്പോ അവര് കരയാണ്, സന്തോഷം കൊണ്ട് കരയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ജീവൻ അപകടത്തിലാകുന്ന ഒരു യാത്രയിൽ ആ സംഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറെ നേരം നബിന്റെ മുമ്പിലൂടെ ഇങ്ങനെ നടക്കും അല്ലേ. കുറെ കഴിയുമ്പോൾ ബാക്കിൽ ഇങ്ങനെ നടക്കും. ഇപ്പൊ പ്രവാചകൻ ചോദിക്കാണ്, എന്താണ് അബൂബക്കറെ താങ്കൾ ഇങ്ങനെ ചെയ്യുന്നത്? അപ്പൊ പറയാണ്, ഞാൻ മുന്നിൽ ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് തോന്നാണ് നബിയെ, നിങ്ങൾ ആരെങ്കിലും ബാക്കിൽ വന്ന് ആക്രമിച്ചാൽ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ കുറെ നേരം പിറകിലൂടെ നടക്കുമ്പോൾ എനിക്ക് തോന്നണം ഇനി മുമ്പിലൂടെ ആരെങ്കിലും വരുമോ ആക്രമിക്കാൻ. എൻ്റെ ജീവൻ അപകടത്തിലാകുന്നത് എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ എൻ്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു തരി മണ്ണ് വീഴുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടൂല എന്നാണ് പറഞ്ഞത്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകനെ എപ്രകാരം സ്നേഹിച്ചുവോ അപ്രകാരമാണ് നാം സ്നേഹിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലേ. പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രബോധനത്തിന്റെ പാതയിൽ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിധേയനായി. അതിശക്തമായ മർദ്ദനം. അപ്പൊ അദ്ദേഹം ബോധം കെട്ട് വീണ് അവശനായി. ആ സമയത്തും അദ്ദേഹം ചോദിക്കുക, നബി എവിടെ, പ്രവാചകൻ എവിടെ, അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലാണ് അവരുണ്ടായിരുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന അദ്ദേഹത്തോടുണ്ടായ ഒരു സംസാരത്തിൽ പറയുന്ന ഒരു കാര്യം, വഖദ് സുഇല അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു എന്നാണ്, കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് പ്രവാചകനോടുള്ള നിങ്ങളുടെ സ്നേഹം എപ്രകാരമായിരുന്നു? കൈഫ കാന ഹുബ്ബുകും ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോടുള്ള നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു? അദ്ദേഹം വിശദീകരിക്കാൻ, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബായിനാ വഉമ്മഹാത്തിനാ, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, ഞങ്ങൾക്ക് ആ പ്രവാചകനോടുള്ള സ്നേഹം ഞങ്ങളുടെ ധനത്തെക്കാൾ, ഞങ്ങളുടെ മക്കളെക്കാൾ, ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടായിരുന്നു. എങ്ങനെ? വമിനൽ മാഇൽ ബാരിദി അലൽ ലമ, നല്ല ദാഹമുള്ള സമയത്ത്
കൊടിയ ചൂടിന്റെ വരൾച്ചയുള്ള കാറ്റുകളുടെ ദാഹമുണ്ടാക്കുന്ന സമയത്ത് ഒരു തണുത്ത വെള്ളം ഞങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകനെന്നാണ്. അവരത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു. സഹാബത്തിന്റെ മാതൃകകൾ ഇതാണ് എങ്കിൽ സഹാബ വനിതകൾ ഒട്ടും പിറകോട്ടായിരുന്നില്ല. പ്രവാചകനെ അവരെങ്ങനെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഉഹുദിന്റെ രണാങ്കണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവത്തിൽ ഇംറഅത്തും മിൻ ബനീ ദീനാർ ഗോത്രത്തിൽപ്പെട്ടൊരു സഹാബ വനിത ഗസ്വത്ത് ഉഹദുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസീബ സൗജുഹാ വഅഖൂഹാ വഅബൂഹാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് ആ പ്രവാചകന്റെ കൂടെ ആ സഹോദരിയുടെ ഭർത്താവും സഹോദരനും പിതാവും ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫലമ്മാ നഊഹും ലഹാ, അവരുടെയൊക്കെ മരണവാർത്ത ഇവരെ അറിയിക്കാൻ ആ ഉഹദിന്റെ യുദ്ധം കഴിഞ്ഞ് സഹാബിമാരും പ്രവാചകനുമൊക്കെ മക്കയിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ ആളുകൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അവര് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി ചോദ്യങ്ങളില്ലാതെ പടച്ചറബിന്റെ സ്വർഗത്തിലേക്ക് കയറിപ്പോകാം അല്ലേ. അവര് ചോദിക്കാണ്, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ എന്തെടുക്കുക, നബി എവിടെ, പ്രവാചകൻ എവിടെ? അപ്പൊ വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ ആ യുദ്ധത്തിൽ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വീണ്ടും പറയാ, നിങ്ങളുടെ ഉപ്പ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. എവിടെ പ്രവാചകൻ അല്ലേ? അപ്പോ അവര് പറഞ്ഞു എന്നാണ്, സഹാബിമാര് പറഞ്ഞു എന്നാണ്, ഖൈറൻ യാ ഉമ്മ ഫുലാൻ, പ്രശ്നമൊന്നുമില്ല, നബിക്ക് പ്രശ്നമൊന്നുമില്ല, നബി സേഫാണ്, ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. അപ്പോൾ അവര് പറഞ്ഞു എന്നാണ്, ഹുവ ബിഹംദില്ലാഹി കമാ തുഹിബ്ബീൻ. സഹാബത്ത് പറഞ്ഞു, ആ നിങ്ങളെപ്രകാരമാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെയുണ്ട് പ്രവാചകന് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു എന്നാണ്, അറൂനീഹി ഹത്ത അൻദുറ ഇലൈഹി, നിങ്ങൾ എനിക്ക് നബിയെ ഒന്ന് കാണിച്ചു തരി, നിങ്ങൾ പറഞ്ഞാൽ പോരാ, നബിയെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാനൊന്ന് കാണട്ടെ. ഫഉശീറ ലഹാ ഇലൈഹി. അപ്പോ പ്രവാചകൻ അങ്ങനെ കാണിച്ചു കൊടുത്തു എന്നാ സഹാബത്ത്, അതാ നബി അതാ വരുന്നു, ഒരു കുഴപ്പമില്ല, നബിക്ക് പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ അവര് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും, കുല്ലു മുസീബത്തിൻ ബഅദ ദാലിക ജലൽ. പ്രവാചകനെ ഒന്നും സംഭവിച്ചില്ല എന്നറിയുന്നുവെങ്കിൽ അതിനുശേഷമുള്ള ഏത് പ്രയാസകരമായ അവസ്ഥകളും എത്ര നിസ്സാരമാണെന്നാണ്. അവിടെ എൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ടു എന്നതോ, എൻ്റെ സഹോദരൻ കൊല്ലപ്പെട്ടു എന്നതോ, എൻ്റെ ഉപ്പ കൊല്ലപ്പെട്ടു എന്നതോ എനിക്ക് മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. നബിക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന സന്തോഷം അവരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവർ പ്രവാചകൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ദുനിയാവിൽ ജീവിച്ച, ജീവനോടുകൂടി മണ്ണിലൂടെ നടന്ന ഒരു രക്തസാക്ഷിയെ കുറിച്ച് സഹാബത്ത് ചരിത്രത്തിലൂടെ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ആർക്കെങ്കിലും ദുനിയാവിലൂടെ നടക്കുന്ന, ഭൂമിയുടെ മുകളിലൂടെ നടക്കുന്ന, ജീവനോടെ നടക്കുന്ന രക്തസാക്ഷിയെ കാണണമെങ്കിൽ നിങ്ങൾ ത്വൽഹയിലേക്ക് നോക്കൂന്ന. ത്വൽഹ റളിയല്ലാഹു അൻഹു, അങ്ങനെ അദ്ദേഹത്തിനൊരു പേര് കിട്ടാനുള്ള കാരണണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു പരിച പോലെ നിന്നുന്ന. ഉഹദിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ ഉണ്ടാക്കിയ ചതിക്കുഴിയിൽ പ്രവാചകൻ വീണുപോയി. അവിടെ ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മുഹമ്മദ് കൊല്ലപ്പെട്ടു. അത് കേട്ട പല സഹാബിമാരും ചെതറിയോടി. ഞങ്ങളുടെ നേതാവ് ഇല്ലാതായിരിക്കുന്നു എന്ന് വിചാരിച്ച് യുദ്ധക്കളം വിട്ട് പല ആളുകളും ഓടിപ്പോയി. ആ സമയത്ത് പ്രവാചകന്റെ കൂടെ അല്പം ചില സഹാബിമാർ മാത്രം ബാക്കിയായി. പ്രവാചകനെ അവിടെ ഇങ്ങനെ നിൽക്കാൻ ആ സമയത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, യാ നബിയല്ലാഹ് ബി അബി വ അൻത വ ഉമ്മി, എൻ്റെ ജീവൻ നൽകി പ്രവാചകരെ അങ്ങയെ സംരക്ഷിക്കാൻ എൻ്റെ മാതാപിതാക്കളെ പകരം നൽകേണ്ടി വന്നാലും ഞാൻ നൽകും. എന്നിട്ട് പ്രവാചകനോട് പറയാൻ, ലാ തുശ്രിഫ് യുസീബുക സഹ്മും മിൻ സിഹാമിൽ ഖൗം. പ്രവാചകരെ, നിങ്ങൾ ഇടയ്ക്കിങ്ങനെ പുറത്തേക്ക് വരരുത്. പ്രവാചകന്റെ ടെന്റിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരരുത്. അങ്ങനെ നിങ്ങൾ പുറത്തേക്ക് വന്നാൽ ശത്രുക്കളുടെ അമ്പ് നിങ്ങൾക്ക് കൊള്ളും. എന്നിട്ട് അദ്ദേഹം പറയാണ്, നെഹരി ദൂന നെഹരിക്, പ്രവാചകരെ അങ്ങയുടെ ശരീരത്തിൽ ഒരു അമ്പേൽക്കാൻ ഈ ത്വൽഹ ജീവനോടുള്ള സമയത്തോളം അനുവദിക്കുകയില്ല. നിങ്ങളുടെ നെഞ്ചിന് മുമ്പിൽ എൻ്റെ നെഞ്ചുണ്ടാകുന്ന, എൻ്റെ ശരീരമുണ്ടാകുന്നുള്ളതാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ ഒരു പരിച പോലെ ത്വൽഹ റളിയല്ലാഹു അൻഹു നിന്നു എന്നുള്ളതാണ്. ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. യുദ്ധക്കളം വിട്ട് ശത്രുക്കളൊക്കെ പോയി, യുദ്ധത്തിന്റെ രംഗം അവസാനിച്ചു. ഓരോ രക്തസാക്ഷികളെയും തിരയുന്നതിനിടയിൽ
ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം സഹാബത്ത് കണ്ടെത്തിയതാണ്. ഒരുപാട് അമ്പുകൾ തറച്ച് സഹാബത്ത് പറയുന്ന എങ്ങനെ അറിയോ, ഒരു മുള്ളം പന്നിയെ പോലെ ഉണ്ടായിരുന്നു. മുള്ളം പന്നിയുടെ ശരീരത്തിൽ ആ മുള്ളുകൾ തറഞ്ഞു നിൽക്കുന്നത് പോലെ ത്വൽഹയുടെ ശരീരത്തിൽ എണ്ണമറ്റ അമ്പുകൾ ഉണ്ടായിരുന്നു. സഹാബത്ത് ചോദിക്കുകയാണ്, ത്വൽഹ ജീവനോടുകൂടി നിൽക്കുന്ന ആ പച്ച ശരീരത്തിലേക്ക് അമ്പുകൾ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഒന്ന് മാറാൻ തോന്നിയില്ലേ? ത്വൽഹ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി നിൽക്കാൻ തോന്നിയില്ലെന്നാ ത്വൽഹ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയാൽ ആ അമ്പുകൾ തിറക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ശരീരത്തിലേക്കാകുമല്ലോ എന്ന് തോന്നുമ്പോ എനിക്ക് മാറാൻ തോന്നിയില്ല എന്നുള്ളത്. ആ സഹാബത്ത് പ്രവാചകനെ സ്നേഹിച്ചു. പ്രവാചകൻ പറഞ്ഞു, സ്വർഗം വാജിബായിരിക്കുന്നു, നിർബന്ധമായും സ്വർഗം ഉണ്ടായിരിക്കുന്നുള്ളതാണ്. ഈ സഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. മഹാനായ അബൂ സുഫിയാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയൊരു പ്രഖ്യാപനമുണ്ട്. മുസ്ലിം ആയതിനു ശേഷമല്ല. അദ്ദേഹം പറയാൻ, വല്ലാഹി മാ റഅയ്തു മിൻ ഖൗമിൻ ഖത്തുൻ അശദ്ദു ഹുബ്ബൻ ലിസ്വാഹിബിഹിം മിൻ അസ്ഹാബി മുഹമ്മദിൻ ലഹു. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ആ പ്രവാചകനെ സ്നേഹിച്ചതുപോലെ ലോകത്ത് ഒരു ജനതയും ഒരു നേതാവിനെയും സ്നേഹിച്ചിട്ടില്ല എന്നാണ്. ഒരു മുസ്ലിം പറയുന്ന വാക്കാണെങ്കിൽ നമുക്ക് വിചാരിക്കാം അല്ലെ, ഒരു വിശ്വാസി ആ വിശ്വാസത്തിന്റെ ഊർജത്തിൽ പറയുന്നതല്ല. കൊടിയ ശത്രുവായിരിക്കുന്ന കാലഘട്ടത്തിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ച പ്രഖ്യാപനാണത്. ആ രീതിയിൽ പ്രവാചകനെ അവർ സ്നേഹിക്കുകയുണ്ടായി അല്ലെ. ആ സഹാബത്ത് എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചത് എന്ന് നാം പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ സ്നേഹം ഏതെങ്കിലും ഒരു വർഷത്തിലെ ഏതെങ്കിലും ഒരു അറബി മാസത്തിലെ പാത്രത്തിൽ കൊട്ടിക്കൊണ്ട് നടുറോട്ടിലൂടെ ബ്ലോക്കുകൾ ഉണ്ടാക്കി വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാക്കി ഒരു ജാഥ നടത്തുന്നതിലൂടെ മാത്രം തീരുന്നതല്ല. ഒരു മാസത്തില് ഒരു പാത്രമൊക്കെ ഇങ്ങനെ കൊട്ടി റോട്ടിലൂടെ ഇങ്ങനെ നടന്ന് കുറച്ച് റോഡൊക്കെ ബ്ലോക്കാക്കി ഒരു ചെമ്പ് ബിരിയാണിയും വെച്ച് കുറച്ച് പായസം വിതരണം ചെയ്താൽ ആ കൊല്ലത്തെ സ്നേഹം കഴിഞ്ഞു. അങ്ങനെ ഒരു സ്നേഹം പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകനെ എങ്ങനെയാ സ്നേഹിക്കേണ്ടത് കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിച്ചുകൊണ്ടാണ് പ്രവാചകനോടുള്ള സ്നേഹം. ഹുബ്ബുർ റസൂലി തമസ്സുകും ബിശരീഅത്തിൻ. പ്രവാചകൻ കൊണ്ടുവന്ന ആ ശരീഅത്തുണ്ടല്ലോ, ആശയാദർശങ്ങളുണ്ടല്ലോ, അത് മുറുകെ പിടിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഇഷ്ടപ്പെടേണ്ടത്. എങ്ങനെയാണ് നബിയെ ഇഷ്ടപ്പെടേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗത്തിലൂടെ മാത്രമാണ് പ്രവാചകനെ നാം അനുസരിക്കേണ്ടത്, പ്രവാചകനെ നാം സ്നേഹിക്കേണ്ടത്. പ്രവാചകനെ സ്നേഹിക്കുക എന്ന പേരിൽ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ മതത്തിന്റെ ഭാഗമാക്കുന്നതിനെ, ബിദ്അത്തിനെ നാം ഗൗരവത്തോടു കൂടി കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ. وصلي وسلم على المبعوث رحمة للعالمين نبينا محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് പ്രവാചകനെ അനുസരിച്ചുകൊണ്ടാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റൂ. പ്രവാചകനെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പ്രവാചകന്റെ പാതകളെ അനുസരിച്ചുകൊണ്ടാകണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കേണ്ടത്. മഹാരഥന്മാരായ സഹാബിമാർ, സച്ചരിതരായ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പ്രവാചക സ്നേഹം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അനുസരിച്ചു കൊണ്ടുള്ള സ്നേഹമാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ കോപ്രായങ്ങളും കാട്ടിക്കൂട്ടലുകളുമല്ല പ്രവാചക സ്നേഹം എന്ന് നാം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ ഭാഗമായി നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കുക. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറന. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസാണ്. ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് 10 സ്വലാത്ത് ഉണ്ടെന്നാണ്. അള്ളാഹു അവന് വേണ്ടി 10 പ്രാവശ്യം അനുഗ്രഹം നൽകുന്നുള്ളതാണ്. ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അഫ്ളലു അയ്യാമിക്കും യൗമുൽ ജുമുഅ. ജുമുഅ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ്. ഫാക്സിറു അലയ്യ മിനസ് സ്വലാത്തി ഫീഹി.
ആ ദിവസത്തിൽ നിങ്ങൾ സ്വലാത്ത് ധാരാളമായി വർദ്ധിപ്പിക്കണം. ധാരാളമായി സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസങ്ങൾ. അതുകൊണ്ട് സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാകണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ സ്നേഹിക്കുന്ന യഥാർത്ഥമായ വിശ്വാസികളെ നമ്മളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം പ്രത്യാഘാതങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ നാടുകളിലൊന്നും അത്ര വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും കേരളത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ പല ആളുകളും ദുരിതാശ്വാസ ക്യാമ്പുകളിലും അതേപോലെ തന്നെയുള്ള പ്രയാസകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ധാരാളം ആളുകളുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ സ്വപ്നം, അവരുടെ ആഗ്രഹം, ഒരുപാട് കാലത്ത് അധ്വാനം എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെ കഴിയുന്ന ആളുകളുണ്ട്. ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം. നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിൽ അതുണ്ടാകുന്നത്. സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസകരമായ അവസ്ഥകളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഴ കൊണ്ടുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള നമ്മളെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവരെ സഹായിക്കാൻ കഴിയുന്ന ഏതെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ലോകത്ത് വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ വീണ്ടും യുദ്ധത്തിൻ്റെ അലയൊലികളുണ്ട്. ഒന്ന്, സൗദി അറേബ്യയിലേക്ക് ഹൂത്തികളുടെ ഭാഗത്തു നിന്നുള്ള അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപലപനീയമാണത്. വളരെയധികം സമാധാനത്തോടുകൂടി കഴിയുന്ന നാടുകളെ ആക്രമിക്കാനുള്ള തീവ്രവാദ ശ്രമങ്ങളെ അപലപിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ശാന്തിയും നിലനിർത്തി തരുമാറാകട്ടെ. യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്നുള്ള നമ്മളെവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിലൊക്കെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന നമ്മുടെ അധ്യാപകർ പലപ്പോഴും ചെറിയ ശമ്പളങ്ങൾക്കാണ് അവർ ജോലി ചെയ്യുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ഒരു സഹായം എന്ന നിലക്ക് അവർക്ക് വേണ്ടി ഒരു ചെറിയ ഫണ്ട് സമാഹരണം നമ്മൾ നടത്തുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നടത്താൻ, അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കാൻ, അത് വലിയൊരു ബാധ്യതയായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ മക്കൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുന്ന, വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകരെന്ന നിലക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളാണ് അവരെ സഹായിക്കേണ്ടത് എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ളൊരു കളക്ഷൻ ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമാ നമസ്കാരത്തിന് ശേഷം നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കും. എല്ലാ ആളുകളും ആത്മാർത്ഥമായി സഹകരിക്കേണ്ട ഒരു മേഖലയാണത്. പല ആളുകളും രോഗികളുണ്ട്, അതേപോലെ തന്നെ വീടില്ലാത്തവരുണ്ട്, നിത്യ ചെലവുകൾക്ക് തന്നെ പ്രയാസപ്പെടുന്നവരുണ്ട്. ദീനിനെ സ്നേഹിക്കുന്ന, മതം പഠിപ്പിക്കുന്ന ആളുകൾ എന്ന നിലക്ക് അവരെ സഹായിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാര്യമായ നിലക്ക് തന്നെ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു അറിയിപ്പുള്ളത്, ഇന്ന് വൈകുന്നേരം ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പറമ്പിൽ പീടികയിൽ അവിടുത്തെ CP ഓഡിറ്റോറിയത്തിൽ വെച്ച് മുനവ്വർ സ്വലാഹിയുടെ ഒരു ക്ലാസ് ഉണ്ട്. പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ അനുസരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ആ ക്ലാസ്സിൽ സൂചിപ്പിക്കും. എല്ലാ ആളുകളും ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് രോഗികളായി കഷ്ടപ്പെടുന്ന ആളുകളുടെ അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുള്ള സത്യവിശ്വാസികളുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ എവരെയും കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, പ്രവാചകനെ സ്നേഹിക്കുവാനും ആ സ്നേഹത്തിലൂടെ സ്വർഗത്തിൽ അത്യുന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അനുഗ്രഹം നൽകണമേ. പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത മാർഗങ്ങളിലൂടെ, ബിദ്അത്തുകളിലൂടെ വഴികേടിലേക്ക് പോകുന്ന ആളുകളിൽ നിന്ന് ഞങ്ങളെ ഏവരെയും നീ കാത്തുരക്ഷിക്കുമാറാകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم اجعلنا لك ذكارين ولك شكارين وإليك منيبين محبتين أوابين برحمتك يا أرحم الراحمين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. هذا وصلوا وسلموا رحمكم الله على من أمركم بالصلاة والسلام عليه. وقال جل من قائل عليما إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وزد وبارك على عبدك ورسولك محمد. وارض اللهم الخلفاء الأئمة الحنفاء أبي بكر وعمر وعثمان وعلي وعن بقية الصحابة رضوان الله عليهم أجمعين وأنا معهم بعفوك وكرمك وجودك يا أكرم الأكرمين. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. واذكروا الله العظيم الجليل يذكركم واشكروه
അലാ നിഅമിഹി യസിദ്കും വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു ഖബീറും ബിമാ തസ്നഊൻ.